ആദ്യം അഡ്വക്കേറ്റ് ടി അസഫ് അലി, ഇന്നത്തെ ഈ കോടതി ഉത്തരവ് ആർക്കുള്ള സന്ദേശമാണ്? എന്താണ് ആ സന്ദേശം? രാത്രി കണ്ടത് എന്താണ്? കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവമായിരുന്നു. പാതിരാവിൽ രാത്രിയുടെ അന്ത്യാമത്തിൽ ഒരു MLA വീട് 120ഓളം പോലീസുകാർ വളയുന്നു. സ്ത്രീകളും കുട്ടികളും താമസിക്കുന്ന വീട്ടിൻ്റെ അകത്ത് കാക്കി ഉടുപ്പുകാർ ധരിച്ചു ഒരു MLA കസ്റ്റഡിയിലെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുറ്റം പുറത്തു വന്നു. പൊതു മുതൽ നശിപ്പിക്കാൻ പ്രേരണ നൽകി. നമ്മൾ 2 പ്രേരണ കുറ്റങ്ങളാണ് ഈ കഴിഞ്ഞ 2 മാസങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്തത്. അതിലൊന്ന് ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റമായിരുന്നു. PP ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ മേൽ ചുമത്തിയത്. ആ കേസ് ചുമത്തി. അത് ശരിക്കൊരു അസാധാരണമായ ആത്മഹത്യയായിരുന്നു. ആത്മഹത്യാ പ്രേരണം, അത് കൊലപാതകം എന്ന് പറയുന്നു, അതിരിക്കട്ടെ. ആ കുറ്റം ചുമത്തി കണ്ണൂരിലെ പോലീസ് ദിവ്യയെ ഒളിപ്പിക്കുകയായിരുന്നു. ശരിക്കും 2 ആഴ്ച വരെ ആ ഭാഗത്തേക്ക് ഈ മാധ്യമങ്ങളും പൊതുസമൂഹവും എല്ലാം അതിശക്തമായി ദിവ്യയുടെ നടപടിയെ അപലപിച്ചിട്ടും പോലീസ് അവരെ തൊടാൻ പോയില്ല. ഇവിടെ നടന്നത് എന്താണ്? PV അൻവർ ഉന്നയിച്ച വിഷയം ചെറുതാണോ? കേരള ഗവൺമെന്റാണ് ഒരു സ്റ്റേറ്റ് ഡിസാസ്റ്ററായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വൈൽഡ് അനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റിനെ സ്റ്റേറ്റ് ഡിസാസ്റ്ററായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എൻ്റെ മുമ്പിൽ ഒരു കണക്കുണ്ട്. കേരളത്തിൽ ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ഈ വൈൽഡ് അനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റിന്റെ ഫലമായി 1045 പേരെയാണ് മൃഗങ്ങൾ കൊന്നത്. അവിടെ തീർന്നില്ല. 8364 പേർക്ക് ഈ കാലയളവിൽ മൃഗങ്ങളുടെ ആക്രമണമേറ്റ് ഗുരുതരമായി പരിക്കേറ്റു. അവിടെയും അവസാനിച്ചില്ല. 56,773 വസ്തുക്കൾ, മുതലുകൾ മൃഗങ്ങൾ തകർത്തു. അങ്ങനെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഇതുപോലൊരു മരണം, ദാരുണമായ മരണം നടന്നപ്പോൾ അതിൽ സമരം ചെയ്തു എന്റെ പേരിൽ. നമ്മളെല്ലാം ഇന്നലെ എല്ലാ വിഷുവത്തും കണ്ടതല്ലേ? അവിടെ ഏതെങ്കിലും രീതിയിൽ ഒരു പൊതു മുതൽ നശിപ്പിക്കുന്നത് സംബന്ധിച്ച് ഒരു ആഹ്വാനമോ ഒരു പ്രേരണയോ PV അൻവർ നടത്തിയതായി നമുക്ക് പറയാൻ പറ്റുമോ? നമ്മളെ പോലീസിന്റെ ജോലി എന്താണ്? കള്ളക്കേസിൽ ആളെ പ്രതിയാക്കണം. ഒരു ഇല്ലീഗൽ അറസ്റ്റ്, എനിക്ക് അത്ഭുതം. ഇല്ലീഗൽ അറസ്റ്റിനെ കുറിച്ച് AK ഗോപാലന്റെ പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഈ നിയമവിരുദ്ധമായ അറസ്റ്റ് നടന്നത്. ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം സുപ്രീം കോടതി പ്രവർത്തനം ആരംഭിച്ച് 3ാമത്തെ മാസം കേട്ട കേസ് AK ഗോപാലിനെ നിയമവിരുദ്ധമായി തടങ്കിൽ വെച്ച കേസായിരുന്നു. AKGക്ക് വേണ്ടി ഹാജരായ MK നമ്പ്യാർ വാദിച്ചത് വ്യവസ്ഥാപിതമായ നിയമത്തിൽ കൂടി, അതായത് അസംബ്ലിയോ പാർലമെന്റോ പാസ്സായ നിയമത്തിൽ കൂടി ഒരാൾ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാം എന്നത് തെറ്റാണ്. ആ നിയമം തന്നെ യുക്തിയുക്തമായിരിക്കണം, ന്യായയുക്തമായിരിക്കണം, അനുചിതമോ ന്യായവിരുദ്ധമോ ആവരുത് എന്ന് സുപ്രീം കോടതിയിൽ വാദിച്ച AK ഗോപാലന്റെ പാർട്ടിയാണ് പാതിരാവിൽ ഒരു വീട്ടിൽ കയറി ഒരു MLA അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത്. സുപ്രീം കോടതി അന്നത് സ്വീകരിച്ചില്ല. പക്ഷെ 28 വർഷം കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, ഒരു യുറീകെ കോൾ, ഞങ്ങൾക്ക് 28 വർഷം മുമ്പ് ഒരു തെറ്റുപറ്റിയിരിക്കുന്നു. 2 ജഡ്ജിമാരാണ് AKGയുടെ വാദം അന്ന് അംഗീകരിച്ചത്, മഹാജനും ഫസൽ അലിയും. 28 കൊല്ലം കഴിഞ്ഞപ്പോൾ മനേകാ ഗാന്ധിയുടെ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു, കാരണം നമ്മുടെ ഭരണഘടന നൽകുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു അവകാശമാണ് ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും. എന്ത് കാരണത്താലാണ്? ഞാൻ ചോദിക്കട്ടെ, പൊതുമുതലിനോട് എപ്പോഴാണ് ഈ ഇടതുപക്ഷ മുന്നണിക്ക് അല്ലെ പിണറായി വിജയന് വലിയ താല്പര്യം തോന്നിയത്? നമ്മളെല്ലാം ലോകം മുഴുവനും കണ്ടതാണ് കേരള നിയമസഭ തച്ച് പൊളിച്ച കഥ. ആരാണതിൽ പ്രതികൾ? ശിവൻകുട്ടി, KT ജലീൽ, ഇവരെല്ലാം ആ കേസിൽ പ്രതികളാണ്. ലോകം കാണുന്നു. അൻവർ പൊളിക്കുന്നതോ ആഹ്വാനം ചെയ്തതോ ആരും കണ്ടില്ല. ആ കേസ് പിൻവലിക്കാൻ ശ്രമിച്ചു. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി അത് തള്ളി. ഹൈക്കോടതിയിൽ ഡൽഹിയിൽ നിന്ന് വിലപ്പെട്ട വക്കീൽമാരെ, കോടികൾ ചെലവഴിച്ച് വക്കീൽമാരെ കൊണ്ടുവന്നു. എന്തിനാണ്? ആ നിയമസഭ പൊതു മുതൽ തച്ചു തകർത്ത കേസിൽ നിന്ന് പ്രതികൾക്ക് കുറ്റമുക്തി നേടാൻ, പിൻവലിക്കാൻ ഉള്ളൊരു കേസ് ജയിച്ചു കിട്ടാൻ വേണ്ടി കേരള ഹൈക്കോടതി അത് എടുത്ത് ചാടി. സുപ്രീം കോടതിയിൽ പോയി. ഞാൻ പറയുന്നത്, പൊതുമുതലിനോട് CPM-ന് എപ്പോഴാണ് ഇത്രയും താല്പര്യം വന്നത്? ഒരു വ്യക്തിയുടെ, അത് അൻവർ ആണെങ്കിലും ഇന്ത്യൻ അതിർത്തിയിൽ വിദേശിക്ക് പോലും ആർട്ടിക്കിൾ 21ന്റെ പരിരക്ഷ ഒരു ഇന്ത്യക്കാരനും നോൺ ഇന്ത്യൻസിനുമാണ് ഇന്ത്യൻ അതിർത്തിയിൽ ജീവിക്കുന്നത്. അവിടെയാണ് ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യം. അടിയന്തരാവസ്ഥ കാലത്ത് ഫണ്ടമെന്റൽ റൈറ്റ് സസ്പെൻഡ് ചെയ്തതിന് പുറപ്പുറത്ത് കാര്യം പ്രസംഗിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഇന്ന് മന്ത്രിമാരും ചില നേതാക്കന്മാരും പറയുന്നു കേട്ടു അത് ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, ഇവിടെ കൊണ്ടുപോയി കണ്ണൂർ സെൻട്രൽ ജയിൽ കൊണ്ടുപോയി, അവിടുന്ന് തവനൂർ കൊണ്ടുപോയി. ഇദ്ദേഹം പിടികിട്ടാ പുള്ളിയാണോ? ഇദ്ദേഹം താലിബാൻ അക്യൂസ്ഡ് ആണോ? ഇദ്ദേഹം അൽ-ഖൈദ പ്രതിയാണോ? ജനാധിപത്യമല്ലേ ഇത്? ജനാധിപത്യത്തിൽ നടന്നൊരു മരണത്തെ തുടർന്ന് അതിൽ ഫോറസ്റ്റ് അധികൃതരുടെ ഭാഗത്തു നിന്ന് പറ്റിയ ഗുരുതരമായ വീഴ്ചക്കെതിരെ എത്ര കാലം നിങ്ങൾ ഇങ്ങനെ സമരം ചെയ്യുന്നവർക്കെതിരെ, മിസ്റ്റർ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു, എത്ര കാലം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? അതുകൊണ്ടാണ് പറഞ്ഞത് ദിസ് ഇസ് ടോട്ടലി ആൻ ഇല്ലീഗൽ അറസ്റ്റ്. ഈ ഇല്ലീഗൽ അറസ്റ്റ് എന്ന് പറയുന്നത് ഭരണകൂട ഭീകരതയാണിത്. ദിസ് ഇസ് എ ടെറർ ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത്. ഇദി അമീന്റെ നാട്ടിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിച്ചു പോകും.